ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്നല്ല, ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ല തിക്ക് ചാറോട് കൂടിയ നല്ല ഗ്രേവിയാണ് കേട്ടോ ഇതിന്. അതുമാത്രമല്ല, ഇങ്ങനെ ഗ്രേവിയോടുകൂടി ഉണ്ടാക്കുമ്പോഴത്തേക്കും വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഈ ചിക്കൻ റെസിപ്പി തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ തക്കാളിയുണ്ട്, അതേപോലെ സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ ചിക്കനും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 2 വലിയ സൈസ് തക്കാളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ചേർത്ത് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വഴറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം. മൊരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന രീതിയിലല്ല, നമ്മളിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിയിച്ചാണ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കറുകപ്പട്ട ഉണ്ടെങ്കിൽ ആ സമയത്ത് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നല്ല സ്മെല്ലായിരിക്കും നമ്മളുടെ ഈ ചിക്കൻ റെസിപ്പിക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി അതും ആ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് റെഡിയാക്കണം. അതിനുശേഷം നമ്മളുടെ മസാലപ്പൊടികളാണ് നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇറച്ചി മസാലയും ഉണ്ട്, അതായത് ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. അതല്ല ഇത് രണ്ടും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ മസാലയിൽ തന്നെ നമുക്ക് ഈ ചിക്കൻ റെസിപ്പി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാലയിൽ പൊതുവേ എരിവുണ്ടാകും, അതായത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചിക്കൻ മസാല വരുന്നത്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മളിതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, ഈ തക്കാളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിതിനെ ഉടച്ചെടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ തക്കാളി ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചാറൊക്കെ ആയി നല്ല ഗ്രേവി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കനെയും ഇതേപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനത്തിലേക്ക് ഒരു തരി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ചിക്കൻ വേകാനുള്ള വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് തന്നെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ ആ സമയത്ത് നല്ലപോലെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ശരിക്കും ഇളക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനെ നമുക്ക് വേവിക്കാം. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് നല്ലതുപോലെ തന്നെ എല്ലാ ഭാഗത്തും മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം അങ്ങോട്ട് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ തയ്യാറാക്കുമ്പോഴത്തേക്കും ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഈ മസാലയൊക്കെ പെട്ടെന്ന് പിടിച്ചിട്ട് നല്ല രുചികരമാവുള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഇതേപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചാറൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്കും നമുക്കിവനെ തുറന്ന് നോക്കാം. അപ്പോൾ ചാറൊക്കെ കുറുകി നല്ല ഗ്രേവി പരുവമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേവി നല്ലതുപോലെ വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് കുറച്ച് കസൂരി മേത്തി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, അതൊക്കെ ഓപ്ഷനിലാണ്. പിന്നീട് അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയിലയാണ്. അപ്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിയില ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം മല്ലിയിലയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. ഇനി ഇഷ്ടമാകുന്നത് മാത്രം കുറച്ചധികം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ലെവലായിട്ടുള്ളൊരു ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് ആയി മാറും. ഇനി മല്ലിയില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഒന്ന് മൂടി അങ്ങോട്ട് വെച്ചിട്ട് തുറന്നു നോക്കാം. ഇപ്പോഴേ എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ റെസിപ്പിയുടെ പരിപാടി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഈസി ചിക്കൻ റെസിപ്പി എന്തായാലും ഇഷ്ടമാകും. ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയോ പൊറോട്ടോ അപ്പമോ എന്തിൻ്റെ ഒപ്പമോ വേണമെന്നുണ്ടെങ്കിലും നല്ലൊരു പിടുത്തം പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. സ്നേഹത്തോടെ അല്ലു.